വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം റീറ്റെയിൻഡ് ഏണിങ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ബിസിനസ് സ്റ്റഡീസിൽ ചാപ്റ്റർ 7 വരുന്ന കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. റീറ്റെയിൻഡ് ഏണിങ്സ്. അപ്പം റീറ്റെയിൻഡ് ആ ഒരു വേർഡ് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. റീറ്റെയിൻ ചെയ്യുക അല്ലേ, അതായത് നമ്മൾ ഒരു പോർഷൻ മാറ്റി വയ്ക്കുക. എന്തിൻ്റെ ഒരു പോർഷൻ, അതാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. അതായത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ, ആ പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനോട് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ അതിൽ നിന്നൊരു പോർഷൻ മാറ്റി വയ്ക്കുന്നു. അതാണ് ആക്ച്വലി എന്ത് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഫാമിലിയിൽ തന്നെ ഇൻകം വരുന്നത് അല്ലെങ്കിൽ സാലറി വരുന്നത് അല്ലേ, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ പോർഷൻ സേവ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിൽ എന്തെങ്കിലും നീഡ്സ് വരും അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബിസിനസ്സിലും പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് മാറ്റി വയ്ക്കുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. അതാണ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്നും പറയും. പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി എന്തൊക്കെയാണ് മെറിറ്റ്സ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റീറ്റെയിൻഡ് ഏണിങ്സ് ഈസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് അവൈലബിൾ ടു ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് ബിസിനസ്സിൻ്റെ തന്നെ മണിയാണ്, ബിസിനസ്സിൻ്റെ തന്നെ ഫിനാൻസ് ആണ് അല്ലേ, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. പ്രോഫിറ്റ് ഉള്ള ടൈമിലെല്ലാം ഈ എമൗണ്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സെൻസിൽ ഇത് പെർമനൻറ്റ് സോഴ്സ് ആണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഓർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. സോ ഇതിനിപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് കമ്പനി ലോൺ എടുക്കുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യണം അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ ഇപ്പോൾ ഷെയർ ഇഷ്യൂ, ഡിബെഞ്ചർ ഇഷ്യൂ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അഡീഷണൽ ചാർജസ് ഒന്നും ഇല്ലാത്ത ഒരു ഫണ്ടാണ് എന്ത് റീറ്റെയിൻഡ് ഏണിങ്സ്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. Next one, as the funds are generated internally, there is a greater degree of operational freedom and flexibility. അപ്പോൾ ഇത് ബിസിനസ്സിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഓപ്പറേഷണൽ ഫ്രീഡത്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ബിസിനസ്സിൻ്റെ അല്ലേ. നമുക്കറിയാം, ബിസിനസ്സിൽ നമ്മുടെ തന്നെ ഫണ്ട്, ഓണറുടെ തന്നെ ഫണ്ട് ഒരു പോർഷൻ എടുത്ത് മാറ്റി വയ്ക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ വേറെ ഒരു റിസ്ക് വരുന്നില്ല. ബിസിനസ്സിന് അതിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ട് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. ദെൻ ഇറ്റ് എൻഹാൻസസ് ദ കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ടു അബ്സോർബ് അൺഎക്സ്പെക്റ്റഡ് ലോസസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാം, അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അൺസർട്ടനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, അതിൽ നിന്ന് എന്താ പറയുക, ഒന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട്, അതിൽ നിന്ന് ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു റിസ്കിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ലോസിനെതിരെ പ്രൊട്ടക്ഷനായിട്ടും റീറ്റെയിൻഡ് ഏണിങ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. It may lead to increase in the market price of the equity shares of a company. അപ്പോൾ നമുക്കറിയാം, ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രീറ്റഡ് ആസ് ഓണേഴ്സ് അല്ലേ. ബിക്കോസ് അവർക്ക് ഓണർഷിപ്പ് റൈറ്റ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉള്ള ഷെയർ ഹോൾഡേഴ്സാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റീറ്റെയിൻഡ് ഏണിങ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിന് സ്കോപ്പ് കൂടുതലാണ്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കമ്പനിയുടെ ഓവറോൾ ഗുഡ് നെയിമിന് അല്ലെങ്കിൽ ആ ഒരു പ്രസ്റ്റീജിന് അത് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്, റീറ്റെയിൻഡ് ഏണിങ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓവറോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് തന്നെയാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട്. ഇനി കുറച്ച് ലിമിറ്റേഷൻസും റീറ്റെയിൻഡ് ഏണിങ്സിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സസീവ് പ്ലഫിംഗ് ബാക്ക് മേ കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ആസ് ദേ വുഡ് ഗെറ്റ് ലോവർ ഡിവിഡൻസ്. ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഡിവിഡൻഡ് കിട്ടണം അല്ലേ,
അപ്പോൾ ഈ ഡിവിഡൻറ്റ് കിട്ടുന്നത് കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ചിന്ത ആർക്ക് വരാം? ഷെയർ ഹോൾഡേഴ്സിന് വരാം. കാരണം പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണല്ലോ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അതേ പ്രോഫിറ്റിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് മാറ്റിവെക്കുന്നതാണ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവർ ചിലപ്പോൾ വിചാരിച്ചെന്നിരിക്കും, ഇങ്ങനെ റീറ്റെയിൻ ഏണിങ്സ് കൂടുതലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഡിവിഡൻറ്റ് ഷെയറിനെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ചെയ്തേക്കാം. അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺസർട്ടൺ സോഴ്സ് ഓഫ് ഫണ്ട് ആസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് എല്ലാ ഇയറിലും അല്ലെങ്കിൽ എല്ലാ പീരീഡിലും ഒരുപോലെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലേ? ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടനിറ്റി ഇവിടില്ല. ഈ ഒരു സോഴ്സിൽ സർട്ടനിറ്റി ഇല്ല, അൺസർട്ടൺ ആണ്. ദിസ് ഇസ് ആൻ അൺസർട്ടൺ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ഫണ്ട്സ് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ മെനി ഫേംസ്. അതായത് ഇങ്ങനെ റീറ്റെയിൻ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരു സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെനിഫിറ്റ് കമ്പനിക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് മിസ്സാക്കിക്കൊണ്ടാണ് ഇവിടെ ആക്ച്വലി റീറ്റെയിൻഡ് ഏണിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഏണിങ്സ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മറ്റൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സോഴ്സ് മിസ്സാകുമ്പോഴുള്ള ആ ഒരു കോസ്റ്റിനെയാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഫാക്ടർ പല ഓർഗനൈസേഷൻസും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. കാരണം വേറൊരു സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനേക്കാളും ബെനിഫിറ്റ് തീർച്ചയായിട്ടും വന്നേക്കാം, അല്ലേ? അപ്പോൾ അത് പലപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല റീറ്റെയിൻ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല കമ്പനീസും അല്ലെങ്കിൽ പല ബിസിനസ് ഓർഗനൈസേഷൻസും എന്നൊക്കെയാണ് ഈ ലിമിറ്റേഷനിൽ പറയുന്നത്. സോ സ്റ്റിൽ എങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് തന്നെയാണ് എന്ത് റീറ്റെയിൻ ഏണിങ്സ്. ബിക്കോസ് ഇവിടെ റിസ്ക് കുറവാണ്. ഇതൊരു ഒബ്ലിഗേഷൻ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല, ലൈക്ക് ലോൺ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ബോറോയിങ്സ് എടുക്കുന്നത് പോലെ. ഓക്കെ ഡിയേഴ്സ്, മനസ്സിലായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കണ്ടിന്യൂ ലേണിംഗ്. ബൈ.